പുള്ളിയുടെ വണ്ടിക്കകത്ത് ലഗേജൊക്കെ എടുത്ത് വെച്ചു. ഷാഫി കൂടെ റെഡിയാവും. प्रोग्राम के मेंबर्स हमारे कॉर्डशिप पार्टनर एयर इंडिया रिदम का हार्दिक स्वागत करते हैं। ഹലോ, നമസ്കാരം. ലൈഫ് ഡിസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് 2026 ജനുവരി 28 ബുധനാഴ്ചയാണ്. രാവിലെ സമയം ഇപ്പോൾ 7:32. അപ്പോൾ സൂര്യനൊക്കെ അവിടെ ഉദിച്ചു വരുന്നു. അപ്പോൾ മുക്കിലങ്ങാടിന് മുമ്പിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. മുക്കിലങ്ങാടി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഇട്ടൊരു പേരാണ്. ഇവിടെ നമ്മളെ വൈകുന്നേരം എല്ലാവരും കൂടെ കൂടാറുണ്ട്. ഒരു 6-7 പേരുണ്ട്. അപ്പോൾ സുരേഷ് ഏട്ടൻ്റെ റൂമാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ സൗദി അറേബ്യയിലേക്ക് വന്നത് 2024 ജനുവരി 23 ഞാൻ സൗദി അറേബ്യയിൽ വന്നത്. അപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ 2 വർഷവും 5 ദിവസവും ഇന്ന് തികയാണ്. അപ്പോൾ ഞാനിന്ന് നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് മനസ്സിനുള്ളത്. വീട്ടിലുള്ളവരെയും നാട്ടിലുള്ളവരെയും എൻ്റെ നാടും ഒക്കെ കാണാനായിട്ട് പോവുകയാണ്. ആ യാത്രാവിശേഷങ്ങൾ കാണിക്കാനാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ജബ്സന്റെ വണ്ടിയിൽ കയറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അപ്പോൾ ഇന്ന് അടിപൊളിയില്ലേ? എയർപോർട്ട്. ഷാഫി ഇത് ഹായ് പറയ്. മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നു. ഷാഫി ഇന്ന് മൂഡ് ഔട്ടാണ്. നമ്മളിത് ഈ സ്ഥലത്തൂടെയൊക്കെ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നാട്ടിൽ പോകുന്ന സന്തോഷത്തിലാണ് ഞാൻ. ഇവര് വിഷമത്തിലുമാണ്. നല്ല തണുപ്പെന്നാണ് പറയുന്നത്. നമ്മൾക്ക് തണുപ്പൊന്നുമില്ല, നമ്മൾ കൂളായിട്ടിരിക്കും. പിള്ളേർക്ക് നല്ല തണുപ്പ്. ബോഡി ഫിറ്റ് അല്ലേ? ഷാഫിക്ക് തണുപ്പൊന്നുമില്ല. ഷാഫി ഇന്ന് ഭയങ്കര വിഷമം. ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ല ഹെൽത്തിയാണ്. നമ്മള് അങ്ങനല്ലേ? നാട്ടിൽ പോയിട്ടൊക്കെ ഇങ്ങനെയൊക്കെയാണ് പരിപാടികളൊക്കെ. നാട്ടിൽ ഫുൾ അപ്ഡേറ്റ് ആണ്. നമ്മൾ ഏത് ഫ്ലൈറ്റിലാണ് പോണത്? നിങ്ങളുടെ സ്വന്തം ഫ്ലൈറ്റ്, എയർ ഇന്ത്യ എക്സ്പ്രസ് IX 582. നമ്മൾ സ്വന്തമായിട്ട് ബുക്ക് ചെയ്ത്, സ്വന്തമായിട്ട് സീറ്റ്, സ്വന്തമായിട്ട് ഫുഡ് ഒക്കെ ആഡ് ചെയ്തിട്ട് പോവാണ്. ഇതാണ് ചൈനയുടെ നോട്ട്. ഞാനും തന്നെ സത്യം ചൈനന്റെ നോട്ട് നേടാണ് കൈ കൊണ്ട് തൊടുന്നത്. പേരൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹിസ്റ്ററി അടിച്ചു നോക്കണം. നമുക്ക് പേരൊന്നും നമ്മൾ ജൂബിലിയിൽ കൊടുത്തു നോക്കാം. മജീദ് ഭായി ഉണ്ടെങ്കിൽ ആധികാരികമായിട്ട് ഇതിന്റെ പേരൊക്കെ പറഞ്ഞു. അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ചാനലിന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അകത്തുനിന്നും പുറത്തുനിന്നും. അതേപോലെ നമ്മളെ ഈ വീഡിയോ, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഒത്തിരി താങ്ക്സ്. അതുപോലെ നമ്മുടെ വീഡിയോ ഇവിടെ എടുക്കാൻ ഹെൽപ്പ് ചെയ്ത നമ്മുടെ മുക്കിലങ്ങാടി ടീംസ്, അതല്ലാതെ പുറത്ത് നമ്മുടെ ആസിസ് ഭായി, മൊയ്തീൻ ഭായി, നാസർ ഭായി, പിന്നെ നമ്മള് ഷാമു, ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും താങ്ക്സ്. ഒപ്പം നമ്മളെ ഈ ക്യാമറ പിടിക്കുന്ന ഷാഫിക്ക് പ്രത്യേകിച്ച് താങ്ക്സ്. ഇഡ്ഡലി, വട, ചായ, പൊറോട്ട. അതെ, അത് വിട്ടൊരു കളിയില്ല. ജബ്സന് ഇന്ന് ഭയങ്കര ഗ്ലാമറൊക്കെ വെച്ചാൽ വന്നു. ഞാൻ പറഞ്ഞു രാവിലെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. ഷൂട്ടിംഗ് ഉണ്ടോ? ഷൂട്ടിംഗ് ഉണ്ടാകുമ്പോ നമ്മള് പിന്നെ ഷൂട്ടിംഗ് അവന്റെ ഒരു വീക്കെൻഡ്സാ. അപ്പോൾ ഹോട്ടലിന്റെ മുമ്പിലെത്തി നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് വരാം. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് സജുബായി ബാങ്കിലേക്ക് പോകാം. ഡിപ്പോസിറ്റ് ചെയ്യാൻ ക്യാഷ്. അൽറാജ് ഭയങ്കര മിസ്സിംഗ് ആവൂലേ ചേട്ടൻ പോലെ? ക്യാഷ് ഫുള്ള് സെൻഡ് ചെയ്തിട്ടുള്ള വരവാ. 2 പോക്കറ്റും കാലി. ഇനി നാട്ടിൽ നിന്ന് പോയിട്ട് എടുക്കുക അല്ലേ ശിശുഭായി? പൈസ സെൻഡ് ചെയ്തില്ല, ഡെപ്പോസിറ്റ് ചെയ്തു. ഇനി സെൻഡ് ചെയ്യണം. ഫോണിൽ നിന്നല്ലേ സെൻഡ് ചെയ്യാൻ പറ്റും. 10,000 റിയാലുണ്ടോ? 10 മുന്നേ തന്നെ, 2 ആഴ്ച മുന്നേ തന്നെ ബില്ലേക്കുന്നു. അങ്ങനെ പോവാണ്. മൂപ്പർക്ക് ചെറിയൊരു ചോക്ലേറ്റ് കൂടി വാങ്ങാനുണ്ട്. അപ്പൊ ഇനി നമുക്ക് പാണ്ടയിലുണ്ട്, ഹൈപ്പർ പാണ്ടയില് ഒന്ന് പോയിട്ട് ഗാലക്സി 2 മുട്ടായി പിള്ളേർക്ക് കൊടുത്തിട്ട് നമ്മള് ഹൈപ്പർ പാണ്ടയിലെത്തി. ഇപ്പൊ ഇവിടെ നിന്നല്ലേ ഷാഫി മേടിക്കും. നമ്മളിത് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നു. ഷിജുഭായ് എന്തെടുക്കുന്നു? ചോക്ലേറ്റോ? അപ്പോൾ ഷാഫി ആയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ വണ്ടിയിലോട്ട് കയറാൻ പോകും. ഫുള്ള് പർച്ചേസിങ് അല്ലേ?
അപ്പം നമ്മുടെ അസീസ് ഭായ് വഴിയിൽ വെച്ച് കണ്ടു. അപ്പോൾ അസീസ് ഭായ് സൗഖ്യമാ? എല്ലാവർക്കും അറിയാലോ നമ്മളെ പഴയ വീഡിയോയിലൊക്കെ ഉള്ളതാണ് അസീസ് ഭായ്. അപ്പോൾ ഞാൻ ഇന്ന് നാട്ടിൽ പോവുകയാണ്. അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം, റൂമിൽ പോയിട്ട് കാണും. ഓക്കെ. അപ്പോൾ നമ്മുടെ മൊയ്തീൻ ഭായിയെ കണ്ടു. മൊയ്തീൻ ഭായ് അപ്പം നാട്ടിൽ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ്. ഉഷാറായിട്ട് എൻ്റെ ഉറ്റ സുഹൃത്ത് സജീബായി അങ്ങനെ നാട്ടിൽ പോകുന്നു. അപ്പോൾ വീണ്ടും കാണാം. വീണ്ടും കാണാം. ഓക്കെ ഓക്കെ ശരി. ഓക്കെ വരട്ടെ. വെൽക്കം. ഓക്കെ. നമ്മുടെ കൂട്ടുകാരൻ വരുന്നു. കൂട്ടുകാരൻ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള ആളാണ്, പെരുമാതുറയിലുള്ളതാണ്. പേര് ഷാമോൻ എന്നാണ്. നമസ്കാരം. നമ്മുടെ ഷാമോനാണ്. ഹായ് പറയും. അപ്പം നമ്മുടെ അൻസാർ ഭായും നമ്മുടെ ഷാമോനുമായിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. പക്ഷേ ലഞ്ച് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിപ്പോൾ ടൈം ഓവറായി, 3 മണിയായി. എവിടെയാണ് ഫുഡ് കഴിക്കാൻ പോണത്? അസീസിയല്ല, ഇവിടെ റോഡ് ബ്ലോക്കായി. ബഹ്റൈനില്ല. പാക്കിംഗ് എല്ലാം കഴിഞ്ഞാ? എന്ത് പാക്കിങ്? പെട്ടിയല്ലേ? പുതിയതായിട്ട് വരുന്നതാണ് ഈ മാള്. ഇത് ബസ് സ്റ്റാൻഡായി കിടന്നതാണ്. ഇപ്പൊ അതിന്റെ വർക്കൊക്കെ കഴിഞ്ഞ് റീ ഓപ്പൺ ചെയ്യാൻ പോകും. അത് ശരി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. സുഹൃത്തുക്കളെ ഇവിടെ അടുത്തിട്ട് നിർമ്മാണമാണ്. നാട്ടിൽ പോയ ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ ഇടണം കേട്ടോ. ആ രാത്രിയാണ് കാണാൻ രസം അല്ലേ? ഇതാണ് നമ്മൾ ഫുഡ് അടിക്കാൻ വന്ന ഹോട്ടൽ. ഓ മുകളിൽ പോകാൻ പറഞ്ഞു. ഇതൊന്നും ആരും ഇല്ലെന്ന്. ഇതാണ് ഇവിടുത്തെ മെനു ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാം അറബിലാണ്. ഇവിടെ ഇത് അറബിലാണ്. نص مضبي هيك صحن ولا صحن واسع نص زربيان نص مضبي بيبسي لا لا ما يجي سوا سوا ما يجي سوا سوا 53 ഒറ്റയ്ക്കൊന്ന് വാഷ് ചെയ്യണല്ലേ? അടിപൊളിയല്ലേ? നോക്കാൻ ക്ലാസ്സിലൊക്കെ പൊളിയല്ലേ? അതേപോലെ ഓരോ ക്യാബിനായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്യാബിനകത്ത് കയറിയിരിക്കാം. ഇവിടെ ഇരിക്കാമോ? ഇതേപോലെ നമ്മൾ ഇവിടെ രണ്ടുപേരും ഇരിപ്പുണ്ട്. ഞാനും പോകാം. ഇനി ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഇവിടെ നിന്ന് മാറിയിരിക്കാമെന്ന് വെച്ചു. ഇവിടെ വന്നു വീണ്ടും. ഇനി ഇവിടെ നിന്ന് മാറുമെന്ന് അറിയില്ല. ചെറിയ സ്ഥലത്ത് വന്നു, ചെറിയ ക്യാബിനിൽ വന്നു. അതുപോലെ ഒരു ട്രോളി വണ്ടിയിലാണ് കൊണ്ടുവരുന്നത് ഫുഡ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാം. മദ്ബി
എന്തരാണ്? സുർബിയാൻ. സുർബിയാൻ. അത് മന്തി. മദ്ബി. അപ്പോൾ തുടങ്ങാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി അവർ രണ്ടുപേരും മുന്നിലോട്ട് പോകുന്നു. ഇനി നേരെ റൂമിൽ പോകണം. റൂമിൽ പോയി കുറച്ച് ഒരുക്കങ്ങളും കൂടെ വഴിയിൽ മലബാറി വന്നു. ഓരോ ചായ കുടിക്കാൻ ഓരോ ചായ നമ്മളിവിടെ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. മലബാറിനോട് സജുബായി ഇവിടെ പറഞ്ഞു പോവുകയാണ്. എന്താ പറയുക? ഇനി നാട്ടിൽ വെച്ച് കാണാം. നാട്ടിൽ വെച്ചാണ്. നാട്ടിലല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരാൻ ചിലപ്പോഴേ അവിടെ ചെല്ലുമ്പോൾ പറയും എന്തുവാ എനിക്കിവിടെ എനിക്ക് തിരിച്ചു പോകണം. എനിക്ക് പോണം സൗദി അറേബ്യയിലാണ്. രാവിലത്തെ ദോശയും ഇവിടെ സുഖിക്കല്ലേടാ. പല പല വണ്ടികളും എന്നും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ നേരെ റൂമിലോട്ട് വീണ്ടും യാത്ര തുടരുന്നു. അപ്പം നമ്മളിത് നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയുടെ അവിടെ എത്തി. അപ്പോൾ നമ്മൾ ഷാമോനും നമ്മുടെ ആൻസർ ഭായിൻ്റെ ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ ഓക്കെ കാണാം. ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ ശരി, പോയിട്ട് വരാം. ഹലോ. അപ്പോൾ ഞാൻ നമ്മുടെ 1-2 സുഹൃത്തുക്കളെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ റഷീദാക്കെ കാണാനാണ്. റഷീദാക്ക ഇന്ന് രാത്രി നാട്ടിൽ പോവുകയാണ്. അപ്പോൾ കാണാം, വന്നിട്ട് കാണാം. ഓക്കെ. അപ്പോൾ 10 മണിയാകുമ്പോൾ ഇറങ്ങും. 10 മണിക്ക്. അപ്പോൾ ഓക്കെ ശരി, പോയിട്ട് വരാം. ശരി. ഷൈനെ വീഡിയോ എനിക്ക് അയച്ചു തരണേ. അപ്പോൾ ഇറങ്ങും, വെളിയിലിറങ്ങും. അപ്പോൾ ഓക്കെ. അപ്പോൾ ഓക്കെടാ, കാണാം. നമ്മളെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്. ഷെഫീക്ക് അപ്പം നാട്ടിൽ പോവുകയാണ്. നീ അറിഞ്ഞില്ലേ? ഇവരൊക്കെ അറിഞ്ഞു, സുഹൃത്തുക്കളെ നാട്ടിൽ പോണ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. നാട്ടിൽ പോയിട്ട് നമ്മള് കളി നാട്ടിലേക്ക് വന്നു. ഇത് നമ്മുടെ ട്രാഫി നമ്മളെ വീഡിയോയിൽ ആദ്യമായിട്ട് വരെയാണ്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. സ്വിറ്റ്സർലൻഡിലേക്കാണ് കറക്കം. ഷെഫീഖാണ് ഇവിടെ ഈ മുക്കലങ്ങാടി ടീമിൽ എന്നെ കൊണ്ടുവന്ന് ഉൾപ്പെടുത്തി. ഇല്ല, ഇനി ഇരുന്നില്ല. അതൊക്കെ സർപ്രൈസ്. നാട്ടുകൂടുള്ളവരുടെ വെറുതെ പറയാണ് വരുന്നൊക്കെ. അത് ഷാഫിയുടെ അനിയനാണ്. ഓക്കെ. അല്പം തെളിച്ചം കുറവായിരിക്കും. ഈ ക്യാമറ രാത്രി ആയതുകൊണ്ട് തെളിച്ചം കുറവായിരിക്കും. പകലാവട്ടെ. ക്യാമറ പിടിച്ചു വാങ്ങി. മജീദ് പോയി വാ. ബായുണ്ട്. അഗ്ഗി ഇങ്ങോട്ട് വാ. അഗ്ഗൊക്കെ ചെയ്തു. അവൻ നമ്മുടെ സജുബായി നാട്ടിൽ പോവാണ്. അപ്പൊ എല്ലാരും ഒന്ന് കുക്കാക്കിയതോ? എല്ലാരും ആയിക്കോട്ടെ. നാളെ രാവിലെ ആള് നാട്ടിലുണ്ടാവും. ഫുൾ സെറ്റാണ്. ഈ രാജയുടെ കളി കേരളത്തിൽ. അപ്പൊ നമ്മളെ വീഡിയോയിൽ എല്ലാരും സഹകരിച്ചു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ജേണി. എല്ലാവർക്കും നിങ്ങൾക്ക് ഹാപ്പി ജേണി. പോയിട്ട് ഉഷാറാക്കി കേട്ടോ. നമ്മളെ എയർപോർട്ടിൽ ഷാഫി എന്റെ കൂടെ എയർപോർട്ടിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ വെച്ചാണ് പരിപാടികളൊക്കെ. പുള്ളി ഭയങ്കര ഹാപ്പിയിലാണ്. വേറൊരു ചങ്ങായിയാണ് സുരേഷ് ഏട്ടായി. സുരേഷ് പിന്നെ മലയാളിയാണ്. നമ്മുടെ ഒരു വീഡിയോയിൽ ബഹ്റൈൻ വീഡിയോയിലൊക്കെ വന്നിട്ടുള്ളതാണ്. നമ്മുടെ ഒരു ചേട്ടനാണ്. നിങ്ങൾ ഒരേപോലെയല്ല ഡ്രസ്സിങ്. മുക്കിലങ്ങാടിയിലൂടെ ഇങ്ങനെ അതോ നിങ്ങൾ ഇതിൽ ആരെ നാട്ടിൽ പോള് നമ്മൾ പറഞ്ഞു ഒന്നാക്കി നാട്ടിൽ പോയിട്ട് വരാം. പോയിട്ട് വാ. രാവിലെ 9:30 ഇറങ്ങും. മജീദ് എന്ത് പറയുന്നു? എയർപോർട്ട് ഏതാണ്? കോഴിക്കോടാണെന്ന് പറയാൻ വേണ്ടിട്ട്.
ആരൊക്കെയാണ് എയർപോർട്ടിൽ വരുന്നത്? ഞാനും ഷാഫിയുടെ അനിയനും ജബ്സലും, ജബനും പിന്നെ നമ്മുടെ ജബ്സലും ഇന്ത് ആ ഷാഫി വരുന്നത് അങ്ങനെ പോയിട്ട് വരും. മറ്റൊരു ഫ്രണ്ടാണ്. പുള്ളിയുടെ വണ്ടിക്കകത്ത് ലഗേജൊക്കെ എടുത്ത് വെച്ചു. ഷാഫി കൂടെ റെഡി ആവുന്നു എയർപോർട്ടിൽ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഇറങ്ങാം. ഇറങ്ങുവാണ്. ഫുള്ള് ബ്ലാക്കാ. ഷാഫിയുടെ അനിയനുണ്ട്. ഇനി ഷാഫി ഒന്ന് കാണിച്ചില്ല. ഷാഫിൻ്റെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഷാഫിയുടെ റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങുവാണ് എല്ലാവരും കൂടി എയർപോർട്ടിലോട്ട് പോകുന്നത്. ഇനി നമ്മുടെ ജബ്സലും കൂടെ ഉണ്ട്. ജബ്സലിനെയും കൂടെ എടുക്കണം. നമ്മൾ വണ്ടി കയറുന്നു. ഷാഫി, ജബ്സലില്ലാത്തൊരു മൂകതല്ലേ? ജബ്സല് കൊണ്ടുപോയാലേ പറ്റുള്ളൂ. നമ്മുടെ എയർപോർട്ടിൽ ഒരു 3/4 മണിക്കൂർ എടുക്കും ഇവിടെ നിന്ന് അല്ലേ? ഒരു കോഫി ഷോപ്പാണ് ഈ കാണുന്നത് അല്ലേ ഷാഫി? യെസ്, കോഫി ഷോപ്പാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഈ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് ചേട്ടനെ ഡിസ്റ്റർബ് ആവും. ആ ഇറങ്ങി. നീ എവിടെയാ? എത്ര ടൈം എടുക്കും? ഒരു 1/2 മണിക്കൂർ എടുക്കും. ഓക്കെ ഓക്കെ. അനിയും പയ്യൻ അല്പം ലേറ്റായി പോയി. നമ്മുടെ ജബ്സിൽ നേരം വൈകി കാണാൻ ഹെഫ്സലൊന്നും കാണൂല. ഹെഫ്സൽ ഡാൻസ് ഇടൂ. അപ്പൊ ചങ്കളെ ഞങ്ങള് എയർപോർട്ടൊക്കെ ഇങ്ങനെ പോയോണ്ട് നിൽക്കുകയാണ്. ചങ്കിന്റെ കരളിന്റെ കഷ്ണമായ സിജുവേട്ടനെ ഞങ്ങൾ യാത്രയാക്കാൻ പോകണേ. അല്ല, വേറെ പുതിയ ടിക്കറ്റ് എടുക്കും. പുതിയ ടിക്കറ്റ് ഒന്നും ഇല്ല. ഈ ടിക്കറ്റ് തന്നെ നിങ്ങളെ പറഞ്ഞു വിടും. ആ കൂട്ടരെ കുറച്ച് നേരം വൈകിക്കണം. അപ്പൊ ഷിജുവേട്ടൻ ആകെ ടെൻഷൻ. 100-110 100-110 പോവാണ്. എയർപോർട്ടിനകത്ത് പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്തിട്ട് ഇവർ എല്ലാവരും കൂടി എന്നെ അവിടെ കൊണ്ടാക്കും എയർപോർട്ടിൻ്റെ ഉള്ളിൽ അല്ലേ? ഏയ് അതിലേ സെന്റർ സെന്റർ അതിനാ പോകുന്നുണ്ടെന്നാ എന്താ ചെയ്യാ? ആ പാർക്കിംഗ് ഏരിയയിലെ കൊണ്ട് ലിഫ്റ്റ് ഉടൻ അവിടെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്യാം. അവിടെ അപ്പൊ കൂട്ടരെ നമ്മളെ എയർപോർട്ടിന്റെ പാർക്കിങ്ങിലാണ്. തൊട്ട് പോകണം. വണ്ടി പാർക്ക് ചെയ്യട്ടെ. നമ്മൾ സേട്ടനെ നല്ല ക്ലിയറിൽ പിടിക്കട്ടാ. ഇതെവിടെയാണ്? അത് വണ്ടി പിടിക്കുമ്പോ തൽക്കാലം രസപ്പെട്ടില്ല. ട്രോളി കിട്ടിയില്ല. കോളിയാ? ട്രോളി ഇല്ല. ട്രോളി ഇവിടെ എന്ത് ചെയ്യാ? അതെ, ശരി. ഞാൻ കവറുണ്ട്. ഒരു കീസ് ഉണ്ട് എടുത്തത്. അഞ്ച് കീസ് അത്ര വരും. ജാക്കറ്റ് വേണ്ട. ഇല്ലല്ലോ, ബാ ബാ. സജുഭായി അങ്ങനെ നാട്ടിൽ പോവാണ്. അപ്പൊ ഗേസ് നമ്മളെ ഷിജുവായി നാട്ടിൽ പോകാനുള്ള പൊലിവിനെ ഞങ്ങളിങ്ങനെ തിരിഞ്ഞു കയറുന്നുണ്ട്. അപ്പൊ ജാക്കറ്റ് എന്ത് ചെയ്യേ? ജാക്കറ്റ് എടുത്തില്ല. ഞാൻ പറഞ്ഞു 3-3 മൂന്നില്ല 2 ഫസ്റ്റ് ഔട്ട് 7 നാട്ടിൽ പോകാം. നാട്ടിൽ പോവാം. ഓക്കെ, അതൊക്കെ മേലൊക്കെ പോകണം. ഹലോ ഗെയ്സ്, നിങ്ങൾ എവിടുക്ക? തിരുവനന്തപുരത്തേക്കാ? ലഗേജ് കൊടുത്തു വിടുന്നത്.
ഷെജിബായ് അവിടെ നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ എയർപോർട്ടിൻ്റെ ഉള്ളിലാണ്. ഏട്ടൻ ടോപ്പിലാണ്. ടോയ്ലറ്റിലൊക്കെ വന്ന് ഒന്ന് ഫ്രഷായി പോകാമെന്ന് വിചാരിച്ചു. ഇത്രയും സ്പേസ് ഉണ്ട് ഇതിനുള്ളിൽ. ഫുള്ള് സെറ്റാണ്. അപ്പോൾ നമ്മുടെ ലഗേജ് എല്ലാം പോയി. നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി. ഇനി ഇവരെ ഇത്രയും നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ടോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് നാട്ടിൽ വന്നിട്ട് കാണാം. ഷാഫിയാണ് ക്യാമറ. അപ്പോൾ ഓക്കെ ഷാഫി കേട്ടാ. അപ്പോൾ ഈ സ്നേഹത്തിനെല്ലാം നന്ദിയുണ്ട്. കൂടെ പിറക്കാതെ പോയൊരു സഹോദരനാണ്. ഇനി നോക്ക്, അപ്പോൾ ഇനി നമുക്ക് നാട്ടിൽ പോയിട്ട് കാണാം. വീഡിയോ കോളിൽ കാണാം. അതെ. അപ്പം നമ്മൾ ബോർഡിംഗ് പാസും ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇതേ ഇവിടെ ഫ്ലൈറ്റിനായിട്ട് വന്ന് കൗണ്ടറിൻ്റെ മുമ്പിൽ 26 കൗണ്ടറിൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഫ്ലൈറ്റ് വന്നിട്ട് ഫ്ലൈറ്റിനകത്ത് കയറണം. അപ്പോൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ്. ഫ്ലൈറ്റിലാണ്. फ्लाइट ही बस पर प्रोग्राम के मेंबर्स हमारे कॉर्डशिप पार्टनर एयर इंडिया रिदम का हार्दिक स्वागत करते हैं। इस विमान की कप्तान देवेश, सह कप्तान सचिन और मैं अनुजा स्वान की सेवा कैबिन क्रू। कैबिन में मेरे साथ गोपिका, रोजीना और छाया है। फ्लाइट उड़ान 4 घंटे 10 मिनट में पूरी की जाएगी। धन्यवाद. ഫ്ലൈറ്റ് മൂവായ സുഹൃത്തുക്കളെ, നമ്മളൊരു ചങ്ങാതി പരിചയപ്പെട്ടു. ചേട്ടൻ പേരെന്താ? റജിൻ എന്നാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ പേര്. ആറ്റിങ്ങിലാണ് വീട്. അപ്പോൾ ഫ്ലൈറ്റ് സ്വല്പം റിവേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടൊന്ന് നിർത്തിയിട്ടേക്കാണ്. ഇപ്പോൾ ഇതേ സമയം 2:35 2:20 എടുക്കുമെന്നായിരുന്നു ടിക്കറ്റിലുണ്ടായിരുന്നു. നമ്മുടെ എയർ ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. എന്തായിരുന്നാലും നടക്കട്ടെ അല്ലേ. ഫ്ലൈറ്റ് മൂവായിട്ടുണ്ട്. ഒന്നും കാണാൻ പറ്റില്ല. ഫ്ലൈറ്റ് ഇപ്പം സുഹൃത്തുക്കൾ ആകാശത്തിൽ നക്ഷത്രങ്ങൾ പോലെ നമ്മുടെ ഇതമാണ്. രാത്രി ആയതുകൊണ്ട് നേരം വെളുക്കാറാകുമ്പോൾ വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ അതുവരെ ഞാൻ ഇന്നെടുത്ത വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാം. 600 രൂപ കൊടുത്തിട്ട് ഈ സീറ്റ് ബുക്ക് ചെയ്തതാണ്. ഈ വിൻഡോ സൈഡ് സീറ്റ്. സ്പേസ് കുഴപ്പമില്ല, എനിക്ക് വലിയ വിഷയമില്ല. പിന്നെ ടിവിയോ കാര്യങ്ങളോ മാപ്പ് നമുക്ക് അവിടെയും വലിയ ബിഗ് സ്ക്രീൻ ഫ്ലൈറ്റ് എത്തി ട്രിപ്പ് കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെയാണ് ബേസ്. നമ്മുടെ എയർ ഇന്ത്യയിൽ സഹിക്കാം. നേരം എടുത്ത് വരുന്നു. നമ്മുടെ ഫുഡ് വന്നു. ചിക്കൻ സാൻഡ്വിച്ചാണ് നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ ബുക്ക് ചെയ്തതാണ്. കട്ടറിലിറങ്ങി ഇങ്ങനൊരു കൂട്ടാണ്. ഞാൻ നാട്ടിൽ അതേ അവസ്ഥ.
Thanks God. मोबाइल फोन का उपयोग कर सकते हैं। सामान कक्ष को खुलते समय सावधानी बरतें। आपसे निवेदन है कि विमान से निकलने से पहले अपनी सीट पॉकेट ओवरहेड कंपार्टमेंट असिस्टेंट देखें। Thank you for flying with Air India Express and have a pleasant day. Thank you. അച്ഛൻ്റെ കൂടെയും സഹോദരിയുടെ കൂടെയും പുത്രീസിൻ്റെ കൂടെയും വൈഫിൻ്റെ കൂടെയും നമ്മളിതാ എയർപോർട്ടിൽ എത്തി. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ടാറ്റ.